ഞാനൊരു മോഹൻലാൽ ഫാനാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ ഫാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരാളുടെ ഫാനായിട്ട് ഒതുങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി ഫാൻ ആവുക എന്ന് പറയുന്നത് അയാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കുറഞ്ഞ ആൾക്കാരായി കാണുക, പിന്നെ അവരുടെ മറ്റേ കോടി ക്ലബിനെ കുറിച്ച് കുറ്റം പറയുക എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫാനല്ല. അതുപോലെ ലാലേട്ടൻ്റെയോ അല്ല, മമ്മൂക്കയുടെയോ അല്ല, ആരുടെയോ അല്ല. ചിലപ്പോൾ വിജയുടെ പടം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വിജയ് ഫാനായിട്ട് മാറും കുറച്ച് ദിവസത്തേക്ക്. ചിലപ്പോൾ അജു വർഗീസ് നായകനായ ഒരു സിനിമ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ കുറച്ച് നാളത്തേക്ക് അജു വർഗീസ് ഫാനാണ്. അങ്ങനെ ഓരോ തവണയും ഇതിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആവർത്തിച്ച് ഗംഭീരമായ സിനിമകൾ തന്നുകൊണ്ട് നമ്മൾ കണ്ട് ശീലിച്ച് നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള ആളുകളില്ലേ, ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ലാലേട്ടൻ. അങ്ങനെയുള്ള നമ്മളൊരു ചേട്ടൻ സ്ഥാനത്തൊക്കെ കാണുന്ന, ഇത്രയും വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള, രാജ്യമൊട്ടാകെ ആരാധകരുള്ള, ഒരുപക്ഷെ ലോകം ഒട്ടാകെ ആരാധകരുള്ള ലാലേട്ടൻ ഇങ്ങനെ താഴേണ്ടി വരുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. സങ്കടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീപ്പ് വർത്താനം എന്ന് പറയില്ലേ, വൃത്തികെട്ട വർത്താനം പറയുന്ന, വിവരമില്ലാത്ത, ഒന്ന് പറഞ്ഞ് രണ്ടിന് അപ്പുറത്തിരിക്കുന്നവൻ്റെ തന്തയ്ക്ക് വിളിക്കുക, സ്ത്രീകൾ പുരുഷന്മാരുടെ ശരീരത്തെക്കുറിച്ചും പുരുഷന്മാർ സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ചും പേഴ്സണൽ ബൗണ്ടറിയെക്കുറിച്ച് ചിന്തയില്ലാതെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാത്ത ഇത്രയും മോശം ക്യാരക്ടേഴ്സിനോട് തൻ്റെ അവധി ദിനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ലാലേട്ടനെ പോലെ ഒരാൾ ഇത്രയും വർഷം അയാൾ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഏഷ്യാനെറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇമാതിരി വർത്താനമൊക്കെ കേട്ട് അങ്ങേരി ഇരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. ഞങ്ങളുടെ ലാലേട്ടൻ അങ്ങനെ ഇരിക്കേണ്ട ഗതികേടൊന്നുമില്ല. കേരളത്തിലുള്ള ലാലേട്ടനോട് സ്നേഹമുള്ളവരെല്ലാവരും കൂടി ഒരു 10 രൂപ വെച്ച് പിരിവിട്ടാൽ പോലും പുള്ളിക്ക് ഇതിൽ നിന്ന് സുഖമായിട്ട് ഊരിപ്പോരാം. നിങ്ങൾ എന്തിനാണ് മനുഷ്യ ഇത്രയും ചെറുതായവരുടെ മുമ്പിൽ പോയിരുന്ന് ചെറുതാവുന്നത് എന്ന് ആലോചിച്ചിട്ട് വിഷമമുണ്ട്. പിന്നെ ആകെ ഒരു ആശ്വാസം, ഇതൊക്കെ അവരുടെ സ്ട്രാറ്റജി ആണല്ലോ എന്നുള്ളതാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇത്രയും മോശം സ്ട്രാറ്റജികളുമായി വന്നിട്ടുള്ള മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ലാലേട്ടനൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതാണ് ഇത് കുഞ്ഞു കുട്ടികളടക്കമുള്ളവർ കാണുന്ന ഷോ ആണെന്ന്. പ്ലീസ് ഇനി അങ്ങനെ പറയല്ലേ, കുഞ്ഞു കുട്ടികളെ ഇതൊന്നും കാണിച്ചു കൊടുക്കല്ലേ, ചീപ്പാണ്. ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഏറ്റവും മോശം സ്ട്രാറ്റജികൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ഷോയായി ബിഗ് ബോസ് ഷോ അധപ്പതിച്ചിരിക്കുകയാണ്. മെയിൻ കണ്ടസ്റ്റൻസ് പുറത്ത് PR-ഉം പപ്പടയുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വൃത്തികെട്ട ഗെയിം സ്ട്രാറ്റജികൾ നമുക്ക് എങ്ങനെയാണോ ഇതൊക്കെ പറ്റുന്നത്? ലാലേട്ടൻ ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ലൈവ് കാണണമെന്ന്, 24/7. അങ്ങനെ ലൈവിൻ്റെ 1-2 എപ്പിസോഡുകൾ പഴയ സീസണുകൾ എപ്പോഴോ കുറച്ച് നേരം ഇരുന്ന് കണ്ടൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആ പരിപാടി ഞാൻ ചെയ്യില്ലാന്ന് തീരുമാനിച്ചത്. അതിൽ തലക്ക് വട്ടാവും. എന്നിട്ട് BB+ കാണൂ എന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ എപ്പിസോഡാണ് ഞാൻ കണ്ടത്. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഈ BB+ കണ്ടു കഴിഞ്ഞിട്ട് ഈ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ എൻ്റെ ആയിപ്പോയി. ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിച്ചതായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചേനെ. എന്താണ് ഈ നാട്ടുകാർക്ക് കൺസ്യൂം ചെയ്യാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്? എന്ത് ക്യാരക്ടേഴ്സിനെയാണ് ഇവരിവിടെ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു മനുഷ്യനായിട്ട് അവിടെ ജീവിച്ചു, അല്ലെങ്കിൽ നല്ല സ്ട്രാറ്റജികൾ ഉപയോഗിച്ചു, ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ല സ്ട്രാറ്റജി ഉപയോഗിച്ചു എന്ന് തോന്നുന്നു അനീഷിനെ പറയാൻ പറ്റുമായിരിക്കും, ആ ഡോക്ടർ ബിന്നിയെ പറയാൻ പറ്റുമായിരിക്കും. ബാക്കി ആർക്കാണ് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുക? എന്ത് ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? പുറത്ത് തൻ്റെ പ്രായപൂർത്തിയായ മക്കൾ വരെ ഉണ്ടെന്ന് ചിന്തിക്കാതെ അകത്ത് കിടന്ന് മെഴുകുകയാണ് കുറേ ആൾക്കാർ. റെഡ് ഫ്ലാഗുകളുടെ പെരുമഴയാണ്. സെക്ഷുവാലിറ്റിയെക്കുറിച്ച് ക്ലാസ് എടുത്ത് ഉദ്ബോധിപ്പിക്കുമെന്നും പറഞ്ഞ് വന്നവരൊക്കെ അവിടെ ഇരുന്ന് ഹോമോഫോബിക് ആയിട്ടുള്ള ആളുകൾ അത് പ്രശ്നമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഹെട്രോഫോബിക് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു. ലെസ്ബിയൻസ് ഇരുന്നിട്ട് ആണുങ്ങൾക്ക് കഴിവില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? എന്ത് വൃത്തികെട്ട വർത്താനമാണ് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ തവണയെ ഞാൻ BB+ കണ്ടിട്ടുള്ളൂ. ഇനി മേലെ അമ്മാതിരി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് അടക്കം ഞാൻ എടുത്ത് പുറത്തിടും. നിങ്ങൾ ചിലപ്പോൾ ഈ അനാലിസിസ് കുറച്ചും കൂടി ഡീസൻ്റ് ആവട്ടെ, നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഓരോ മനുഷ്യന്മാരുടെ മാനസികാവസ്ഥയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്, ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഈ ലോകത്തുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? അതും ഒരല്പസമയം മിണ്ടാതിരിക്കൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞു കഴിയുമ്പോൾ തുടങ്ങും അലപ്പ്. എല്ലാവരും അവിടെ ഒന്ന് ഇരുന്നേന്ന് പറഞ്ഞാൽ പിന്നെയും കയറി പിടിക്കും. തമ്മി തല്ലി കുത്തി കീറി ചാകാൻ നിൽക്കുന്ന കുറേ എണ്ണം. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം പറയുന്നതിൽ ഒരു ന്യായമുണ്ടോ? അയ്യോ ദിസ് ഈസ് ദി worst ever ബിഗ് ബോസ് ഷോ ആൻഡ് കണ്ടസ്റ്റൻസ് ഐ ഹവ് എവർ സീൻ. ഇതിനകത്ത് ആ ബിന്നിയെയും ആ അനീഷിനെയും ഞാനൊന്ന് മാറ്റി നിർത്തും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുമോ പരസ്പരം?
പോട്ടെ നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഫേസ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന പോലെ അത്രയും പരിതാപകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 26ാം ദിവസത്തെ വിശേഷങ്ങളും അതിനോടൊപ്പം ആ BB+ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സെക്ഷുവാലിറ്റിയെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിക്കും. ഇവരുപയോഗിക്കുന്ന ചില മോശം വാക്കുകളുടെ കുറച്ചൊന്നും മാറ്റി പിടിച്ചിട്ടാണെങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കാം. പക്ഷേ വേറൊന്നും വായിന്ന് വരുന്നില്ല. ഫുൾ മ്യൂട്ടായിട്ടിരുന്ന് കാണേണ്ടി വരും. അത്രയും വാക്കുകളൊക്കെയാണ്. ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് വിളി കേട്ട ആൾ 250 പ്രാവശ്യം പാട്ടുപാടി നടക്കുകയാണ്. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സെക്ഷുവാലിറ്റിയെക്കുറിച്ചും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും. ചിലർക്ക് അതൊരു അൺകംഫർട്ടബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ കൊച്ചു കുട്ടികളിരുന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ 7 വയസ്സോ 8 വയസ്സോ ഒക്കെ ഉള്ളൊരു കുട്ടിയായിട്ട് ഒരു അച്ഛനും അമ്മയും കൂടി വന്ന് പരിചയപ്പെട്ടിട്ട് മോനാണ് നിങ്ങളെ സ്പോട്ട് ചെയ്തത്, നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. അവരെ മാറ്റിയിരുത്തിയിട്ട് നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ പ്രൈവസിയിലിരുന്ന് കാണാം. നമുക്ക് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 26ാമത്തെ ദിവസത്തിലേക്ക് കടക്കാം. ലാലേട്ടൻ ആ മനുഷ്യൻ വെക്കേഷന് പോയതാണ് അമേരിക്കയിൽ ഫാമിലി ആയിട്ട്, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആ മനുഷ്യനെ ഈ സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്ത് ഈ പരിപാടിയിൽ കൊണ്ടുവന്ന് ഇരുത്തേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഗതികേട് ആലോചിക്കും. എനിക്ക് സങ്കടം തോന്നി. ലാലേട്ടൻ ചില സമയത്തെങ്കിലും ഈ പറയുന്ന ബിഗ് ബോസ് ഷോയിൽ വന്നിരിക്കുന്ന മറ്റേ കോട്ടും സൂട്ടും പരിപാടിയിൽ നിന്ന് മാറിയിട്ട് എവിടെയോ ലാലേട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ പുറത്ത് വരുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ ആഴ്ച ആര്യൻ സംസാരിച്ച കാര്യങ്ങൾ, ഇത് ലാലേട്ടൻ സ്ക്രിപ്റ്റ് മാത്രം നോക്കി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം കൊടുക്കുന്നത് മാത്രം നോക്കി സംസാരിക്കുന്നതാണെങ്കിൽ, ആര്യൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയോ കഴിഞ്ഞ ആഴ്ച എന്തോ പറഞ്ഞത് ഇപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഈ മനുഷ്യന് കൊള്ളുന്നുണ്ട്. പുള്ളിക്ക് അതൊക്കെ മാറ്റി വെച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒരു മനുഷ്യനെ കാണുമ്പോഴേ നിങ്ങൾ എണീറ്റ് നിന്ന് കുമ്പിട്ട് വണങ്ങി അയ്യോ ലാലേട്ടൻ എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. അയാൾ പറയുന്ന വാക്കിന് വില കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ജീവിതം കൊണ്ട് അത് തെളിയിക്കണം. നിങ്ങൾക്ക് അയാളോട് റെസ്പെക്റ്റ് ഉണ്ടെന്ന്. മറ്റേ അനുമോളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ടു എന്ന് പറഞ്ഞ സാധനമില്ലേ, അതൊന്നും കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നിങ്ങളോട് പറയുന്നതിന് നിങ്ങൾ പുല്ല് വിലയെങ്കിലും കൊടുക്കണം. അല്ലാതെ അയാൾ ഒരു വഴിക്ക് പറഞ്ഞിട്ട് പോകും, ആ സമയം മുഴുവൻ കുമ്പിട്ട് നിൽക്കും, അത് കഴിയുമ്പോൾ അയാൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ മനുഷ്യന് ഫാമിലിയായിട്ട് വെക്കേഷന് പോയപ്പോൾ ഈ പരിപാടിക്ക് വന്നിരിക്കേണ്ടി വന്നത്. ലാലേട്ടൻ്റെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടീമിൻ്റെ മുമ്പിൽ ക്യാമറ അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ കണ്ണൊക്കെ അടച്ചിട്ട് എനിക്കൊന്ന് കാണണ്ട നിന്നെയൊക്കെ എന്ന് പറയുന്ന എക്സ്പ്രഷൻ അതിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഹാപ്പി ആണോ എന്ന് പറയുമ്പോഴും ഇരിക്കൂ. ലാലേട്ടൻ ഒന്നും പറയാനില്ല. ഇവർ എണീറ്റ് നിന്ന് കുമ്പിടുമ്പോഴേ ലാലേട്ടൻ പറയുന്നത് ഇരിക്കുമെന്നാണ്. പുള്ളിക്ക് ഇതൊന്നും കാണണ്ട, എനിക്കിതൊന്നും കാണണ്ടടാ, നീക്ക് നന്നാവും. എത്ര തവണയായി സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വീക്കെൻഡും വന്നിട്ട് എന്താണ് ബിഗ് ബോസ് എന്നും എങ്ങനെയാണ് മിനിമം സിവിക് സെൻസിൽ എന്ന് വെച്ചാൽ സാമൂഹ്യ ബോധമുള്ള ഒരു പൗരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുമൊക്കെ ട്യൂട്ടോറിയൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇതൊക്കെ തദൈവയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 3 ടീമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ പെടാത്ത ഒരാളും കൂടിയുണ്ട്. അപ്പോൾ അതിൽ ഒരു ടീം, ആളുകളുടെ എണ്ണക്കുറവുള്ള ഒരു ടീം മറ്റൊരു ടീമുമായി ലയിച്ച് ടോട്ടൽ 2 ടീമായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇപ്പോൾ അവരതിന് പേരൊക്കെ ഇട്ടിരിക്കുകയാണ്. പേരുകളിൽ ഒന്ന് വരുന്നത് അനുമോൾസ് മൂഡ് താങ്ങി, AMT എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ജിസൈൽസ് ട്രൗസർ വള്ളി, GTV എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിട്ടിരിക്കുന്നതാണ്. പുറത്ത് പറയാൻ കൊള്ളാവുന്ന സഭ്യമായ ഒരു പേര് മൂഡ് താങ്ങി എന്നൊക്കെ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഷോയിൽ വന്നിരുന്ന് സംസാരിക്കുക. ഇത് സബ് ടൈറ്റിൽ വെച്ച് കാണുന്ന ഒരു ഹിന്ദിക്കാരനോ ഒരു തമിഴ്നാടുകാരനോ ഒരു പഞ്ചാബിയോ ഒക്കെ മലയാളിയെക്കുറിച്ച് എന്താണ് വിചാരിക്കുക? ഇത്ര ഒരു സഭ്യമായ പേരിടാൻ പോലും അറിയാത്തവരാണ് ആ ഹൗസിലുള്ളതെന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ്. അതിൽ അനീഷ് മാത്രമാണ് ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന കാണുന്നത്. ബിന്നി ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളും പിന്നെ ഈ കച്ചറ ഭാഷ സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി അവർക്കുണ്ട്. ഇത് മമ്മൂക്കയുടെ ഏതൊരു സിനിമയിലും മറ്റേ റിയൽ ഫൈറ്റേഴ്സും റോയൽ വാരിയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്നാമത് ഇത് പിള്ളേര് കളി, അതിനകത്ത് സഭ്യത ഇല്ലാത്ത പേരുകൾ. BB+ അവസാനിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട് ഡോക്ടർ ബിന്നിയെ കുറിച്ച്, എൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല, നല്ലോണം കിട്ടും എന്ന് അവർക്കറിയാം എന്നൊക്കെയാണ്. ഇത്രയും തരംതാണ് സംസാരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അത് ഡോക്ടർ ബിന്നിക്കെന്നല്ല, ആർക്കെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഷോയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴായിരിക്കുമല്ലോ ബഹുഭൂരിപക്ഷം ആളുകൾ ഈ ഷോ കാണാം. ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണാൻ പറ്റില്ല. കാര്യം ഇവർ നേരെ ക്ലോസറ്റിലേക്കാണ് പോവുക. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ? പച്ചത്തെറി, ഫുൾ ബീപ്പ്, ചുണ്ടനങ്ങുന്ന കാണുമ്പോൾ നമുക്കറിയാലോ ഇവരെന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ആരെങ്കിലും ചോദിച്ചത് എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസിനോടാണ്.
ഇത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ കാണേണ്ടത്? ഹെഡ്ഫോൺ വെക്കാതെ ഇപ്പോൾ ഈ ഷോ കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം അത്രയും അലപ്പാണ്. നമ്മളിത് സ്പീക്കറിൽ സൗണ്ട് കൂട്ടി വല്ലോ ഇട്ടിട്ട് വല്ല ബസ്സിലൊക്കെ ഇരുന്നാണ് കേൾക്കുന്നതെങ്കിൽ അവർ വിചാരിക്കും നമ്മൾ ആരുമായിട്ട് എന്തോ വലിയ കൊലപാതക ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അത്രയും മോശം. ബിഗ് ബോസ് തന്നെ പറയണം, ഇതെങ്ങനെ കാണാൻ പറ്റും ഈ ഷോ? എന്തിന് കാണാൻ പറ്റും ഈ ഷോ? ആർക്ക് കാണാൻ പറ്റും ഈ ഷോ? ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു താല്പര്യവും ഇല്ലാതെയാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ പ്രേക്ഷകരുടെ അവസ്ഥയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു താല്പര്യവും തോന്നുന്നില്ല. എന്തായാലും ലാലേട്ടൻ അനുമോളിൽ നിന്ന് തുടങ്ങി ഓരോ ആൾക്കാരെ എണീപ്പിച്ച് സംസാരിച്ച് പോവുകയാണ്. അത് മുഴുവൻ എണ്ണിപ്പെറുക്കി പറയാനാണെങ്കിൽ നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്ന പോലെ ഇരിക്കും. ലാലേട്ടന് പോലും വയ്യ. കാരണം എത്ര തവണയാണ് ഇത് പറയുന്നത്. അപ്പോൾ എനിക്കും അത് സത്യം പറഞ്ഞ് മടുക്കുന്നുണ്ട്. നമ്മൾ ഈ എപ്പിസോഡിൽ ഓരോരുത്തരോടും പറയുന്നത് എണ്ണിപ്പെറുക്കി പറയാൻ നിന്നാൽ പറഞ്ഞ് തന്നെ റിപ്പീറ്റ് അടിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കങ്ങൾ പറയാം. ഒന്ന്, ഇത് നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ ഒന്നുമല്ല. ഇവിടെ നിങ്ങൾ എല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത്. എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അത് ചെയ്ത് തീർക്കുക. ടാസ്ക് കളിക്കുക, ഗെയിം കളിക്കുക എന്ന് ലാലേട്ടൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അവിടെ ഗ്രൂപ്പ് കളിക്കുകയോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയോ നിങ്ങളെങ്ങനെ വേണമെങ്കിലും കളിച്ചോ, പക്ഷേ മാന്യമായി ഗെയിം കളിക്കുക. ഇതാണ് ലാലേട്ടൻ പറയുന്നത്. സഭ്യമായ വാക്ക് ഉപയോഗിക്കുക. നിങ്ങൾ ഈ മോശം വാക്കുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത എന്തിനാണ് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊവോക്ക് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്ത് ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ പ്രൊവോക്ക് ചെയ്യുന്നതും ബുള്ളി ചെയ്യുന്നതും രണ്ടാണ്. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരാളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അവിടെ അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ സംസാരിക്കുക, പെരുമാറുക, കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുള്ളിങ് ആണ്. അത് പാടില്ല. അതേസമയം നിങ്ങൾക്ക് പ്രൊവോക്ക് ചെയ്യാം. ഈ ഡിഫറൻസ് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരാരും ഗെയിം കളിക്കുന്നില്ല. എല്ലാവർക്കും പേഴ്സണൽ ഗ്രഡ്ജാണ്. ഉള്ളിൽ ഈ ദേഷ്യം വെച്ച് 1-2 ആൾക്കാരിൽ മാത്രം നിന്ന് കളിക്കുകയാണ്. ഓരോരുത്തരോടും പറയുന്നത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരാളുടെ മാത്രം പുറകെ നടക്കല്ലേ? അക്ബറിനോടോ മറ്റോ ചോദിക്കുന്നത്, അവിടെ വേറെയും പെൺകുട്ടികളില്ലേ? അവരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണ്ടേ? നിങ്ങൾ ആരുടെ അടുത്തും പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗെയിമും അവിടെ സംഭവിക്കുന്നില്ല. ഇത് മാത്രം മടുക്കുന്നുണ്ട് ആളുകൾക്ക്. മാറ്റി കളിക്ക്. ഇത് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കൂ, ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കൂ. ക്യാപ്റ്റൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഇങ്ങ് പോര്. പിന്നെ എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ പോയി എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയേണ്ട കാര്യമില്ല. ഇവരെല്ലാവരും ചെയ്യുന്നതാണ്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ മക്കളെ കാണണം, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകണം, ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഈ സാധനങ്ങളൊക്കെ പറയും. ലാലേട്ടൻ വരുമ്പോൾ എനിക്ക് പണ്ട് ലാലേട്ടാ എന്ന് പറഞ്ഞൊരു നിപ്പാണ്. മടുക്കൂലേ? ഇത് നിങ്ങളെല്ലാവരും കൂടി നിരത്തി പിടിച്ച് മുന്നിലിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ? ഇത് തന്നെയല്ലേ ആ മനുഷ്യനും തോന്നുള്ളൂ. പക്ഷേ അങ്ങേര് പെയ്ഡാണ്. അങ്ങനെ ഇരിക്കാനും കുറച്ച് മാന്യമായി പിടിച്ച് സംസാരിച്ചേ പറ്റൂ എന്നുള്ളതാണ് പുള്ളിയുടെ അവസ്ഥ. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, എനിക്കും കളിക്കാൻ അറിയാം, എനിക്കും തിരിച്ച് മറുപടി പറയാൻ അറിയാം, ഞാൻ കുറേ കാലമായില്ലേ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ആളുകളെ കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന്. ഇതിൽ ഈ ഒരൊറ്റ എപ്പിസോഡും അതുപോലെ BB+ എടുത്തു വെച്ച് നോക്കുമ്പോൾ ദി വേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഷാനവാസിൻ്റെ കാര്യം, ഒന്ന് പറഞ്ഞ് രണ്ടിനെ തന്തയ്ക്ക് വിളിക്കുക, പിന്നെ ഒരാളുടെ ദേഹത്തേക്ക് ചാർജ് ചെയ്ത് ചെല്ലുക, നെഞ്ചുകൊണ്ട് ഇടിച്ച് മാറ്റിയിടുക, ഇങ്ങനത്തെ പരിപാടികൾ. അനിമോളുടെ കാര്യം, ആര്യൻ പറയുന്നത് അവൻ്റെ കയ്യിൽ പേന വെച്ച് കുത്തി ചോര വന്നു എന്നാണ്. അതൊരു ഫിസിക്കൽ അസോൾട്ടാണ്. എന്നിട്ട് ആര്യൻ തന്നെ പറയുന്നു ഞാനത് ഗെയിം സ്പിരിറ്റിൽ എടുത്തുന്നു. ഇത് ഏത് സ്പിരിറ്റിൻ്റെ കാര്യമാണ് ഇവൻ പറയുന്നത്? അനിമോൾ അത് അംഗീകരിക്കുകയാണ്. അതിന് മുമ്പുള്ള കാര്യം പറയുന്നത്, അതിന് മുമ്പ് എന്തുണ്ടായാലും നിങ്ങളൊരു മനുഷ്യൻ്റെ ശരീരം നോവിക്കാനോ ചോര വരുത്താനോ പാടില്ല. എന്നിട്ടും ബിഗ് ബോസ് ഒന്നും നടപടി എടുത്തിട്ടില്ല. ലാലേട്ടനോടാണ് ഇത് പറയുന്നത്. ലാലേട്ടനൊന്നും അങ്ങേര് വെറുത്തിരിക്കുകയാണ്. ഫാമിലി ആയിട്ടിടൂ. അമേരിക്കയിൽ അവിടുത്തെ കാലാവസ്ഥ എന്താ, അങ്ങേരുടെ തിരക്കെന്താ? ഇപ്പം നമ്മൾ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് ഓഫീസിൽ നിന്ന് പോവുകയാണ്. എല്ലാ വർക്കും ചെയ്തൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ട് ഫാമിലി ആയിട്ട് ഏറ്റവും ഹാപ്പി മൊമെൻറ്റിലിരിക്കുമ്പോൾ ഒരു ചെറിയ വർക്കുണ്ട്, നീ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയിലിരിക്കുന്നുണ്ടാകുന്നു തോന്നുന്നു. പുള്ളിയിലും ഈ പറയുന്ന അസ്വസ്ഥതകൾ പ്രകടമാണ്. നമ്മൾ ഈ പറഞ്ഞ ഷാനവാസും അനുമോളും ഒക്കെ വേസ്റ്റ് ഓഫ് ദ വേസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ തല പൊക്കിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും മോശമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആദിലയും നൂറയുമാണ്. അതിൽ തന്നെ ഏറ്റവും വേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നൂറയാണ്. നൂറ വാ തുറന്നില്ലെങ്കിൽ അവർ ബുള്ളിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഏറ്റവും മോശമായ രീതിയിൽ, ഏറ്റവും തരംതാണ രീതിയിൽ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. നെവിൻ പുറത്താവുന്ന സമയത്ത് അതൊരു പേഴ്സണൽ ഇഷ്യൂ പോലെ അവതരിപ്പിച്ചിട്ടാണ് അവർ അത്രയും പെർഫോം ചെയ്തത്. അപ്പം നമുക്കതിനൊരു പേഴ്സണൽ ലെവലിലാണ് ഫീൽ ചെയ്യുക. പക്ഷേ ഇന്നതിൻ്റെ ബാക്കി നമ്മൾ നോക്കുമ്പോഴും, അപ്പാനിശരത്തിൻ്റെ അടുത്ത് പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴും, അതിനുശേഷം റെനയോട് സംസാരിക്കുന്നത് എടുത്തു വെച്ച് നോക്കുമ്പോഴും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നൂറ പറഞ്ഞു.
ആദിൽ അതിന് കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ആദിലയും നൂറയും അവിടെ ഇപ്പോൾ ബാക്കിയുള്ള ആളുകളും വളരെ മോശമായിട്ട് പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദിലയും നൂറയും ഇത്രയും മോശമായി നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോൾ നെവിൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവർ രണ്ടുപേരും തിരിച്ചു പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ല, ഞങ്ങളുടെ ഇവിടുത്തെ ഈ നിലനിൽപ്പ് തന്നെയാണ്, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു റെപ്രസെൻറ്റേഷനാണ് ഞങ്ങളുടെ വിജയം എന്നാണ് അവർ പറഞ്ഞത്. ആ പറഞ്ഞ ആളുകൾ അവരിത്രയും കാലം പുറത്തുനിന്ന് അവർക്ക് ഏത് തരം ബുള്ളിങ് ഒക്കെയാണോ കിട്ടിയത് അത് മുഴുവൻ ഇവിടെ വന്ന് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് വിജയമായിട്ട് ഇവർ പറയുമ്പോൾ ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പോലും വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പുറത്തുണ്ടാവത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇനി നമുക്ക് കുറച്ച് അവർ പറഞ്ഞ വാക്കുകൾ, വാചകങ്ങൾ, അതിനെക്കുറിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ പറയേണ്ടി വരും. അപ്പോൾ ചില ബോഡി പാർട്ടുകളെക്കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എന്തായാലും പരമാവധി സഭ്യമായ ഭാഷയിൽ പറയാൻ ശ്രമിക്കാം. ആദിലയും നൂറയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരിരുവരും ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ലെസ്ബിയൻ കപ്പിളായിട്ടുള്ള ആളുകളാണ്. അവരത് തിരിച്ചറിയുകയും അവരുടെ വീട്ടുകാരെ അനുവദിക്കാതിരിക്കുകയും പിന്നീട് വീട്ടുകാരും നാട്ടുകാരും അടക്കം വലിയൊരു എതിർപ്പിനെ അവർ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിയമത്തിൻ്റെ സഹായത്തോടു കൂടി ഒരുമിച്ച് ജീവിച്ച ആളുകളാണ്. അതായത് സെക്ഷുവാലിറ്റി, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അവിടെ തെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ അറിയാം. ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷവുമൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റുകളും അവരേറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വളരെ മോശം കമൻ്റ് എന്ന് പറയുന്നത്, നീയൊന്നും ഇതുവരെ ഒരു ആണിൻ്റെ സുഖം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ആണ് വിചാരിച്ചാൽ നിങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. ഇവൻ ആദിലയുടെ ഒരു റിലേറ്റീവ്, അച്ഛൻ്റെ സഹോദരനോ മറ്റോ ആണ്, എളാപ്പാന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, അയാളടക്കം ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനൊരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധപ്പെടൽ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറും എന്നുള്ളത്. അതിനെയും അതിജീവിച്ച് ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ്. സോ ഇങ്ങനെ ഹോമോസെക്ഷലായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഹെട്രോസെക്ഷലായിട്ടുള്ള നമ്മുടെ സമൂഹം സ്ട്രെയിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളെ അയാളുടെ സെക്ഷുവാലിറ്റിയുടെ പേരിൽ അയാളുടെ സെക്ഷൽ എബിലിറ്റിയെ കളിയാക്കിക്കൊണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? ആദില റെനയോട് പറയുന്നത് കപ്പിളായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വരാനുള്ള ആ ചെക്കൻ അതിനുള്ള ഇതുണ്ടാവില്ലായിരിക്കും, ഏതുണ്ടാവില്ലായിരിക്കും, എന്തുണ്ടാവില്ലായിരിക്കും. ഈ പുറത്ത് നിന്ന് ബുള്ളി ചെയ്യുന്ന വൃത്തിയട്ട വർത്താനം പറയുന്നു എന്ന് ആദിലയും നൂറയും പറഞ്ഞിട്ടുള്ള അവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ഇവിടെ ആദില പറഞ്ഞിട്ടുള്ളത്? എന്ത് റെസ്പെക്റ്റാണ് ഒരാളുടെ സെക്ഷുവാലിറ്റിക്ക്, സെക്ഷുവൽ എബിലിറ്റിക്ക് ആദില കൊടുക്കുന്ന റെസ്പെക്റ്റ്? റെനയുടെ പാർട്ട്ണർക്ക് എന്തുണ്ട് എന്നുള്ളത് റെനയും ആ പാർട്ട്ണറും കൂടി തീരുമാനിച്ചോളും. അത് അവരുടെ വിഷയമാണ്. അതങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദിലയും നൂറയും ഒക്കെ കോടതിയെ കയറി ഇറങ്ങേണ്ടി വന്നത്. ഇതേ കാര്യമാണ് ഒനീൽ പറഞ്ഞത്, നിൻ്റെ ബോയ് ഫ്രണ്ടിന് ഇല്ലാത്തത് എനിക്കുണ്ടെന്ന്. ഇവരൊക്കെ എന്താണ് ഒനീൽ അല്ലെങ്കിൽ ആദിലെ നൂറയൊക്കെ പുറത്ത് ബുള്ളി ചെയ്യുന്ന ആൾക്കാർ ആദിലയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അടിസ്ഥാനപരമായി പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് എൻ്റെ മാത്രമാണ്. ബാക്കിയുള്ളവൻ്റെ പേഴ്സണൽ ലൈഫിലേക്കും ബാക്കിയുള്ളവൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഇടങ്ങളിലേക്കും നുഴഞ്ഞു കയറി വൃത്തികേട് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന മലയാളിയുടെ ഏറ്റവും മോശം മുഖം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ആദിലെ പോലെ ഇത്രയും ഫൈറ്റ് ചെയ്ത് ഒരു പാർട്ട്ണറോടൊപ്പം ജീവിക്കുന്നയാൾ പറയുമ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. നൂറ ശരത്തിനെതിരെ സംസാരിച്ചതിനെക്കുറിച്ച് നമുക്ക് പറയണം. ആദിലയും അപ്പാൻ ശരത്തും ഒക്കെ ആയിട്ട് ഈ അനുമോളുടെ ബെഡിൻ്റെ അടുത്ത് ചെരുപ്പ് വെക്കുന്ന, ചെരുപ്പിൻ്റെ അത്രയും പോലും വിലയില്ലാത്തൊരു കേസ്, ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദിൽ അവിടെ നിൽക്കുമ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന അപ്പാൻ ശരത്തിൻ്റെ അടുത്ത് ആദില നേരെ എതിർത്ത് സംസാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു അങ്ങനെ എന്തോ ചോദിക്കുന്നു. അവിടെ ഓൾറെഡി വേറൊരു വഴക്കം കൂടി നടക്കുന്നുണ്ട്. ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് പരസ്പരം ഫിസിക്കൽ അറ്റാക്ക് വരെ നീളാൻ സാധ്യതയുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഷാനവാസും അക്ബറും അവിടെയുണ്ട്. അവിടെ ഇടപെടേണ്ടതാണ്. എന്തായാലും അപ്പാൻ ചേർത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ അയാളോട് ദേഷ്യപ്പെടുന്നു. ഒരു ഹീറ്റഡ് പരിപാടിയിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് വരുന്ന ഒരാളെന്നുള്ള ഒരു അങ്ങനെ പരിഗണനയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പാൻ്റെ ശരത്ത് അത് സൂക്ഷിക്കണമായിരുന്നു. അപ്പാൻ്റെ ശരത്തിൻ്റെ വായിൽ നിന്നൊരു മോശം വാക്ക് വരുന്നു. ആ മോശം വാക്കിനെ കയറി പിടിച്ചിട്ടാണ് നൂറ ഇവിടെ സംസാരിക്കാൻ വരുന്നത്. ഇവർ രണ്ടുപേരുമാണ്, ഇവർക്ക് മറ്റേ 750 പോയിന്റ് വേണോ അതോ അപ്പാൻ്റെ ശരത്തിൻ്റെയൊക്കെ ഫാമിലി വരുന്നത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഫാമിലിയാണ് വേണ്ടത്. ഇവരൊക്കെ ഞങ്ങളുടെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഞങ്ങൾക്കും ഈ പറയുന്ന ഫാമിലി, അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയാണ് എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുള്ള കൂട്ടത്തിലെ നൂറ, നീ നിൻ്റെ വീട്ടിൽ പോയി ഉണ്ടാക്ക് എന്നാണ് പറഞ്ഞത്. വീട്ടിൽ പോയി എന്താണ് ഉണ്ടാക്കേണ്ടത്? ലാലേട്ടൻ ഇത്രയും നേരം പറഞ്ഞു കഴിഞ്ഞിട്ടും വീട്ടിൽ കയറി വീട്ടുകാരെ പറയുന്ന പരിപാടി എന്നുള്ളതും മാറ്റിവെക്കാം. വീട്ടിൽ പോയി എന്താ ഉണ്ടാക്കേണ്ടത്? എന്താണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം? നമുക്ക് വേണമെങ്കിൽ അവർ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോയി മറ്റേ ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കും പറഞ്ഞത് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കറിയാം നീ വീട്ടിൽ പോയി ഉണ്ടാക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതും
ആദിലയും നൂറയും തന്നെ പറയണം. ഇവരൊക്കെ നമ്മുടെ ഫാമിലിയാണ് എന്ന് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞ ആൾക്കാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ചന്ത സ്വഭാവം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചന്ത ഇതിനേക്കാൾ ശാന്തമാണ്. അറ്റ്ലീസ്റ്റ് അവർ ആരെയൊക്കെയാണോ ഡീൽ ചെയ്യുന്നത്, ഏത് രീതിയിലാണോ ഡീൽ ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള സംസാരമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ മേലും കീഴും ഒന്നും നോട്ടമില്ല. അപ്പാനി ശരത്ത് മോശമായി നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ബിഗ് ബോസിനോട് പറയാം. അപ്പാനി ശരത്തിനെ വിലക്കാം. അപ്പാനി ശരത്ത് എല്ലാം കഴിഞ്ഞ് മാപ്പ് പറയുന്നുണ്ട്, ഇവർ മാപ്പ് കൊടുക്കില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ അപ്പാനി ശരത്ത് ഏത് വാക്കാണോ ഒരു വട്ടം ഉപയോഗിച്ചത്, ആ വാക്ക് മിനിമം ഒരു 50 തവണയെങ്കിലും ആദിലയും നൂറയും കൂടി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ മുഖത്ത് നോക്കി അത് നിന്നോട് പറഞ്ഞാൽ നിനക്ക് എന്ത് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്തും ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. തത്വത്തിലൂടെ എന്താണ് സംഭവിച്ചത്? ഒരു മോശം വാക്ക് കിട്ടി, അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഇവർ റിപ്പീറ്റ് അടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഇടങ്ങളിൽ ഇവർ മറ്റ് വാക്കുകൾ ഉപയോഗിക്കുകയും അത് മ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലെ 2 ദിവസം മുമ്പാണ് ജിസേലിൻ്റെ മുഖത്ത് നോക്കി ഒരു മോശം വാക്ക് പറഞ്ഞ് ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്ത് വിട്ടത്. ജിസേൽ അത് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ പറഞ്ഞതെന്ന്. പക്ഷേ ഈ കാര്യത്തിൽ ബിന്നി പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ BB+ൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട്, അപ്പാനി ശരത്ത് ആ വാക്ക് പറഞ്ഞത് മോശമാണ്, പക്ഷേ അത് എന്നോടാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആ വാക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് മോശം എന്നേ പറയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരിവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതല്ല. ആൻഡ് ഇവരുടെ 2 പേരുടെയും ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ശരിക്കും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ കണ്ടിട്ടുള്ള സ്കൂളുകളിലെ ബുള്ളീസ് ഉണ്ടല്ലോ, അതായത് തന്നേക്കാൾ പവർ കുറഞ്ഞു എന്ന് തോന്നുന്ന ഒരാളെ അല്ലെങ്കിൽ 1-2 ആളുകളെയൊക്കെ കൂട്ടമായി നിന്ന് ആക്രമിച്ച് ഒതുക്കി പേടിപ്പിച്ച് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, ഈ പ്രൊവോക്കിങ്ങും അല്ല അതും കഴിഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പോലത്തെ ഒരു ബോഡി ലാംഗ്വേജാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നൂറ നേരെ നീങ്ങുന്നത് അപ്പാനിയുടെയും അക്ബറിൻ്റെയും മൂഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. മൂഡെന്ന് പറയുമ്പോൾ അവരുടെ അന്നേരത്തെ മൂഡ് എന്താണ് എന്നുള്ളതല്ല, മൂഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതും 2 കൈകൾ കൊണ്ട് അപ്പാനിയുടെ മൂഡാണോ അക്ബറിൻ്റെ മൂഡാണോ വെയിറ്റ് കൂടുതലുള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ആദിലയും നൂറയും ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അവരെ 2 പേരെയും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്ന കമൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് 2 പേരുടെയും ബ്രസ്റ്റ് സൈസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആർക്കാണ് കൂടുതൽ കുറവ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അവഹേളിക്കുന്നുണ്ട്. ഇവരെയൊക്കെ എന്ത് പറയാനാണ്, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആദിലയും നൂറയും കൂടി വന്നിരുന്നിട്ടാണ് അക്ബറിന് വെയിറ്റ് കൂടുതലായിരിക്കും, അപ്പോൾ ഇവിടെ താണു നിൽക്കും. അപ്പോൾ ഒരു സമയത്ത് അക്ബർ പിന്നെ അപ്പാനി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ എന്ത് പറയാനാണ്? ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞ് ഒതുക്കിയാൽ മതിയോ? അത് കഴിഞ്ഞ് നേരെ റെനയുടെ മസാജിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിനു മുമ്പും ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ജിസേലിൻ്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ റെനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മസാജ് ചെയ്തിട്ട് ഇവിടെ പിടിച്ചു നിൽക്കണം, അതാണ് സർവൈവിങ് പരിപാടി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് അവഹേളിച്ചിട്ട് എൻ്റെ ചെരുപ്പിന് താഴെ നിൽക്കുന്ന ആളെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ നൂറായിരുന്നു വർത്താനം പറയാണ്. ആദില ജിസേലിനെ റെഫർ ചെയ്യുന്നത് ജിസേൽ മാമി വരും എന്നാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഏത് യൂണിവേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്നുള്ളത്. വേറെ ഒന്നും വിചാരിക്കേണ്ടെന്നേ. ഈ ആദിലയും നൂറയും സംസാരിച്ചത് ഒരു പുരുഷൻ സംസാരിച്ചു എന്നും അവർ സംസാരിച്ചത് സ്ത്രീകളെ കുറിച്ചായിരുന്നു എന്നും വെറുതെ ആലോചിച്ച് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ജിസേൽ മാമി വരും എന്ന് ഷാനവാസ് പറഞ്ഞിരുന്നെങ്കിൽ, ജിസേൽ മാമി വരും എന്ന് അക്ബറോ അപ്പാനി ശരത്തോ പറഞ്ഞിരുന്നുവെങ്കിൽ ബിഗ് ബോസ് അത് എയർ ചെയ്യുമായിരുന്നു. ഇതൊരു ചെറിയ സംസാരം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുമായിരുന്നോ? ഈ പ്രയോഗങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് വെക്കുന്ന ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തികെട്ട മനോഭാവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുമായിരുന്നു. അതിലും നൂറയും പറയുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളത്. അവിടെയുള്ള ഏതെങ്കിലും 2 സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് അക്ബറോ അഭിലാഷും അക്ബറൊന്നും അങ്ങനെ പറയുന്ന ആളുകളാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഒരു പുരുഷൻ സംസാരിച്ചു എന്നങ്ങ് വിചാരിക്കുക, ഇന്ന ആളുടെയും മൂഡ് താങ്ങി നടക്കുകയാണ്, ഇതിലേതിനായിരിക്കും വെയിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഇത് താണു നിൽക്കും ഇത് പൊങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആര് കേട്ടിരിക്കും അത്? അതായത് തങ്ങളുടെ സെക്ഷുവാലിറ്റിയെ അപമാനിക്കരുത്, ഞങ്ങൾക്കിവിടെ ഒരുമിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് മറ്റുള്ളവരുടെ സെക്ഷുവാലിറ്റിയെ, അവരുടെ ശരീരത്തെ, അവരുടെ പ്രിഫറൻസുകളെ, ചോയ്സുകളെ ഒക്കെ പുച്ഛിച്ച് അവഹേളിച്ച് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഗെയിമില്ല, നോ ഗെയിം അറ്റ് ഓൾ. ബുള്ളി ചെയ്യുക, ആക്രമിക്കുക, പരമാവധി ആക്രമിക്കുക. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കിട്ടും, അതിൻ്റെ പുറത്ത് കയറി മേയുക. നമ്മൾ ഈ ഗ്രൂപ്പുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഷാനവാസിനെ ഈ ഒനീലിനും അഭിലാഷിനും അവരുടെ ടീമായി കണക്കാക്കാൻ യാതൊരു താല്പര്യവുമില്ല. അനുമോളെ സംബന്ധിച്ച് അനുമോൾ പറയുന്നത് നുണയാണ് എന്നുള്ളത് ഈ പറയുന്ന 3 പേർക്കും ഏകദേശ ധാരണയുണ്ട്. അതുകൊണ്ടാണ് അനുമോൾ കാലി ചവിട്ടി എന്ന് പറയുന്ന കാര്യമൊക്കെ
അട്ടർ നുണയാണ് അനുമോൾ പറഞ്ഞത്. അനുമോൾ ആര്യനെ ചവിട്ടിയിട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് വിഷ്വലി കാണാനും പറ്റും. ഇതൊക്കെ ഉണ്ടായിട്ടും അനുമോൾ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവരെ ചെന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, നിനക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നീ ക്യാമറ നോക്കി പറ, നിൻ്റെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ നീ ക്യാമറ നോക്കി പറ. ക്യാമറയിലേക്ക് നോക്കാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് അനുമോൾ ആ നുണ മുഴുവൻ വിളിച്ചു പറയുന്നത്. ചവിട്ടി എന്നൊക്കെ എങ്ങനെ ക്യാമറയെ നോക്കി പറയുന്നതാണ് അനുമോൾ ചോദിക്കുന്നത്. അപ്പോൾ അനുമോളെ ഇവരെ അടുപ്പിക്കുന്നില്ല. ഷാനവാസ് ബഹളം ഉണ്ടാക്കി അക്ബറിൻ്റെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ അഭിലാഷോ ഒനിയിലോ തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് യാതൊരു വിലയും കൊടുക്കേണ്ടതില്ല. അയാളെ കാണിക്കുന്നത് വളരെ റോങ് ആണ്. ഒരാളുടെ ശരീരത്തേക്ക് കയറി അയാളെ തട്ടി മാറ്റിയിട്ടാണ് ഷാനവാസ് സംസാരിക്കുന്നത്. ദാറ്റ്സ് വെരി റോങ്, വെരി 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 റോങ്. ഷാനവാസ് 19 വയസ്സുള്ള റെനയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വേദനിക്കുന്നത് തൻ്റെ വീട്ടിലും അതേ പ്രായമുള്ള മകനുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ആ മകന് കാണാൻ വേണ്ടി അച്ഛൻ ഉണ്ടാക്കുന്ന കണ്ടൻറ്റാണ് മറ്റുള്ളവൻ്റെ തന്തയ്ക്ക് വിളിക്കുക, നെഞ്ചും വിരിച്ച് എന്ന ഒരാളെ തട്ടി മുന്നോട്ട് പോകുക എന്നുള്ളത്. ഒരു ഇടിക്ക് തൊട്ട് മുമ്പുള്ള കാര്യമാണ് അദ്ദേഹം ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രാറ്റജിയാണ് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും എടുത്തു നോക്കുമ്പോൾ അഭിലാഷും ഒനിയിലും ഷാനവാസിനെ പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഷാനവാസിന് വേറെ എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് അവിടെ ചെന്നിരിക്കുന്നു. അനുമോളെ ഈ കൂട്ടത്തിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിന്നാൽ പണി കിട്ടും എന്ന് ധാരണയുള്ളത് കൂടി കൊണ്ടായിരിക്കും ആദിലയും നൂറയുമാണ് ഇപ്പോൾ ഇവരുടെ ഗാങ് ആയിട്ടുള്ളത്. ഒനിയിൽ പറയുന്നത് ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണ്. ആ ഗ്രൂപ്പ് ചർച്ചയിൽ വെച്ചിട്ടാണ് ആദില റെനയെക്കുറിച്ച് സംസാരിക്കുന്നത്. അവൾക്ക് സംസാരിച്ച് നിൽക്കാൻ പോലും പറ്റണില്ല. എങ്ങനെ പറ്റും ആദിലയുടെയും നൂറയുടെയും സെക്ഷുവാലിറ്റിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ? ഇപ്പോൾ അവൻ അതിനുള്ള ഉറപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉറപ്പളക്കാൻ നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് വേണമെങ്കിൽ റെനയ്ക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷേ ഞാനിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്തൊരു ചീപ്പ് വർത്താനമാണിതെന്നുള്ളത്. പക്ഷേ അവരാ പറഞ്ഞതിനുള്ള അതേ നാണയത്തിലുള്ള മറുപടി ഇത് മാത്രമാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവർ വീണ്ടും അതിനെന്തെങ്കിലും ഒരു കൗണ്ടർ പറയും, വീണ്ടും പറയേണ്ടി വരും. അങ്ങനെ ചീഞ്ഞതിന്ന് വീണ്ടും ചീഞ്ഞതിലേക്കുള്ള യാത്ര മാത്രമായി ആ കോൺവെർസേഷൻ പോകും. അത്രയും സബ്സ്റ്റാൻഡേർഡ് വർത്തമാനമാണ് ആദിലയും നൂറയും സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് പറയുന്നത് റെനയ്ക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റണില്ല എന്ന്. റെന എന്ന് മാത്രമല്ല, ഒരു മിനിമം സംസ്കാരമുള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിലല്ല ഇവർ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ നൂറ പറയുന്നുണ്ട് ഡോക്ടർക്ക് നല്ലോണം കിട്ടുമെന്നറിയാം, അതുകൊണ്ടാണ് വാ തുറക്കാത്തതെന്ന്. എന്തിന്? നമുക്ക് കുറച്ച് മണ്ണപ്പം ചുടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് മണ്ണ് മാന്തിയാൽ പോരെ. അന്നേരം ബ്രഹ്മപുരം പ്ലാന്റിൽ പോയി മണ്ണ് കോരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതാണ് ഡോക്ടർ ബിന്നി ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഷാനവാസിൻ്റെ വർത്താനമുണ്ട്. മക്കളെ, നിങ്ങൾക്കിപ്പോൾ അല്ലേ മനസ്സിലായത് ഈ അപ്പാനി ശരത്ത് എന്താണെന്നുള്ളത്? എനിക്ക് നേരത്തെ അറിയാം. അവൻ എൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ മനസ്സമാധാനം പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഷാനവാസ് എന്താണ് പറഞ്ഞത്? അപ്പാനി ശരത്ത് കാല് കഴുകി വെള്ളം കുടിക്കണം. ഈ കാല് കഴുകി വെള്ളം കുടിക്കൽ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഒരാൾ മറ്റേ ആളേക്കാൾ അത്രയും സുപ്പീരിയർ ആവുകയും ഇവൻ ഏതാണ്ട് അടിമയാവുകയും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് പോലെയാണ്. അത്രയും വലിയൊരു മഹാപാപം അപ്പാനി ശരത്ത് ഷാനവാസിനോട് ചെയ്തു എന്നാണ് ഷാനവാസ് ഈ പറഞ്ഞ് നടക്കുന്നത്. അപ്പാനി ശരത്ത് എന്താണ് ചെയ്തത്? ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായി ചിലപ്പോൾ അക്ബർ ഷാനവാസിനോട് മത്സരിക്കുമ്പോൾ അക്ബറിനൊപ്പം നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ ഷാനവാസ് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച സമയത്ത് അയാൾ നിന്നിട്ടുണ്ടാവില്ല. അതും പറഞ്ഞ് കാല് കഴുകി വെള്ളം കുടിക്കണമെന്നാണോ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത്? ഈ പ്രോഗ്രാമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞ് ഈ എപ്പിസോഡുകളൊക്കെ കാണില്ലേ? ലാലേട്ടൻ തന്നെ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞും ജീവിതമില്ലേ, സൗഹൃദങ്ങളില്ലേ, അറ്റ്ലീസ്റ്റ് ഇവർക്കൊക്കെ കുടുംബങ്ങളില്ലേ? ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ട് അപ്പാനി ശരത്ത് എങ്ങനെയാണ് ഷാനവാസിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക? ഈ ലോകം വളരെ ചെറുതാണ്. നമ്മളൊക്കെ പരസ്പരം തമ്മിൽ കാണേണ്ട ആളുകളാണ്. ചിലപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ആൾ നിങ്ങളായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിൽ ഹെൽപ്പ് ചെയ്യേണ്ട ആൾ ഞാനായിരിക്കും. നമ്മൾ ഈ വെറുപ്പിക്കാതിരിക്കുക, വെറുപ്പിൻ്റെ പരകോടിയിലേക്ക് പോകുക, അതിനുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചില്ല. പക്ഷേ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം വെറുപ്പിക്കാമോ അത്രത്തോളം പരസ്പരം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം തരം താണ് സംസാരിക്കാമോ അത്രത്തോളം തരം താണ് സംസാരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണ്. ഈ സിമ്പിൾ ചോദ്യത്തിന് സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാവുന്ന ഒരു ഗെയിം ലൈവ് റിയാലിറ്റി ഷോയാണ്. ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കണ്ട എന്തെങ്കിലും ഒരു ഗെയിം പറഞ്ഞേ. ഈ പരസ്പരമുള്ള ബുള്ളിങ്ങും സംസ്കാരമില്ലാത്ത വർത്തമാനങ്ങളും പരസ്പരം വെറുപ്പിച്ചുകൊണ്ടുള്ള നിൽപ്പും നടപ്പും ഒക്കെ അല്ലാതെ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഒരു ഗെയിം. അനീഷിൻ്റെ ഗെയിം ഡൗൺ ആയി. കാര്യം ടാസ്ക് ഒക്കെ വരുമ്പോഴാണ് അനീഷിൻ്റെ ബ്രില്യൻസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുക. മറ്റേ സൈലൻ്റായി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ബ്രില്യൻ ഗെയിമാണ് അനീഷ് ചെയ്തിട്ടുള്ളത്. അത് അവിടെയുള്ള ഒരുത്തനും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, വെറുതെ ബഹളം വെച്ച് നടക്കുകയായിരുന്നു. അതുപോലെ ബിന്നി എടുത്ത് നോക്കുകയാണെങ്കിൽ ബിന്നി ഒരു നല്ല ഗെയിമറാണ്. ബിന്നിക്ക് എല്ലാ ആൾക്കാരെയും കൃത്യമായിട്ട് അറിയാം. പക്ഷേ ബിന്നി കളത്തിലിറങ്ങി കളിക്കുന്നില്ല. ഓരോ ആൾക്കാരുടെയും പുറകെ നടക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ
അവർ വെയിറ്റ് ചെയ്യണം, അവരുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യായിരിക്കും. പിന്നീട് ഒരു ഗെയിം അവിടെ നടക്കുന്നില്ല. അനീഷ് ഡൗൺ ആയിട്ടിരിക്കുകയാണ്, ബാക്കിയുള്ളവർ മുഴുവൻ ഇമ്മാതിരി പരിപാടിയായിട്ട് നടക്കുകയാണ്. ഇതിനിടയിൽ ഇവിടെ ഗെയിമില്ലെന്നേ പ്രേക്ഷകരും മടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ബിഗ് ബോസ്, ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വിഷം വാരി തുപ്പുന്നതൊക്കെ നിങ്ങൾ എയർ ചെയ്തുകൊണ്ടിരുന്നാൽ 2-3 ദിവസമൊക്കെ ആൾക്കാർ ഇത് കാണും. പിന്നെ ഇത് മാത്രം തിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഗെയിം ഷോ ആയിട്ട് കാണുന്ന കുറച്ച് ഗെയിമും അതിലെ ബ്രില്യൻസും ടീം മാറ്റങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അതിൽ ഇൻട്രസ്റ്റ് കണ്ടെത്തുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസിനെ നിങ്ങൾ തളർത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്രൊവോക്കേഷനും ബുള്ളിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിനി അടുത്ത ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പ്രൊവോക്ക് ചെയ്യുന്നതും ഒരാളെ ബുള്ളി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ സീസൺ 4 കണ്ടസ്റ്റൻസിന്, പ്രത്യേകിച്ച് ബ്ലെസ്ലി, അതുപോലെ റിയ സലിം, ഇവരുടെയൊക്കെ കുറേ ട്രോൾ വീഡിയോസ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. ആ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു നോക്കൂ. ഇവരൊന്നും മറ്റേ ഫസ്റ്റ് അടിക്കാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ കണ്ടസ്റ്റൻസ് ആണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ബ്യൂട്ടിഫുള്ളി കണ്ടിരിക്കുന്ന ആളുകൾക്കും ഒരു പക്ഷേ അവിടെ പ്രൊവോക്ക് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് പോലും ഒരു രസം തോന്നുന്ന, പിന്നീട് കാണുമ്പോൾ ഒരു രസം തോന്നുന്ന രീതിയിൽ അവർ ഓരോ ആൾക്കാരെയും പ്രൊവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. എന്ത് ക്രിയേറ്റീവായിട്ടാണ് ആ പരിപാടി ചെയ്യുന്നതെന്ന് നോക്കൂ. അതിലെന്തെങ്കിലും കൗണ്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല, ജസ്റ്റ് ബുള്ളിങ്. അതിനുവേണ്ടി ടീമപ്പ് ആവുക, മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മൂപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു തേങ്ങ നടക്കുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ആൻഡ് BB+ ഇനി ഞാൻ കൊന്നാലും കാണില്ല എന്ന് പറയുന്ന അത്രയധികം വെറുത്ത് പോയിട്ടുണ്ട്. ആദില ആൻഡ് നൂറ അവരൊരു കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷനായിട്ടാണ് അവരെ തന്നെ കാണുന്നത്. പക്ഷേ ആ കമ്മ്യൂണിറ്റിയെ ഏറ്റവും മോശമായി ആളുകളുടെ മനസ്സിൽ സ്ഥാപിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ ആണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ ജഡ്ജ് ചെയ്യപ്പെടും. അതിൻ്റെ കാരണം ആണും പെണ്ണും നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന കാര്യങ്ങളായതുകൊണ്ടും, പണ്ട് തൊട്ടേ നമ്മുടെ സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു ജെൻഡർ ടൈപ്പ് ആയതുകൊണ്ടും, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തെറ്റിദ്ധാരണകൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്ന പല ആളുകളും ചെയ്തു കൂട്ടുന്നു. ഇപ്പോൾ വിനായകൻ ചെയ്യുന്ന തെറ്റുകൾ അത് ദളിത് കമ്മ്യൂണിറ്റിയെ മുഴുവൻ റോങ് ആയി ചിത്രീകരിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്രകടനങ്ങളുണ്ട്. ഇവിടെ ലെസ്ബിയൻസ് ആയിട്ട് ജീവിക്കുന്ന, ഹോമോസെക്ഷൽസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ, അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നവരാണ്, ഇത്രയും തരംതാണ രീതിയിൽ ഡീൽ ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നൊരു ഇമേജ് ഉണ്ടാകാൻ പോലും ആദിലയുടെയും നൂറയുടെയും ഈ പെർഫോമൻസ് ഇതിന് കാരണമാവും. ഇത് നല്ലോണം മനസ്സിലാക്കുന്ന അവരുടെ ഒപ്പം തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് അനുമോളും ശൈത്യയും ഒക്കെ വരുന്നത്. അനുമോൾ ഈ വർത്തമാനങ്ങളൊക്കെ വരുമ്പോഴേക്കും സൈലൻ്റാണ്. ശൈത്യ ആ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടാണ് മാറി നിൽക്കുന്നത്, ഇത്രയും ഒപ്പം നിന്നിട്ടും. ഞാൻ വീണ്ടും പറയുന്നത്, ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് ഇതൊക്കെ ഇവരുടെ സ്ട്രാറ്റജി ആയിരിക്കും. റിയൽ ലൈഫിൽ ഇവരിതൊന്നും ചെയ്യില്ലായിരിക്കും, ഭയങ്കര നല്ല മനുഷ്യരൊക്കെ ആയിരിക്കും. എന്നാലും നല്ല മനുഷ്യർക്ക് എങ്ങനെയാണ് ഗെയിം സ്ട്രാറ്റജി ഇത്രയും വൃത്തികേടായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അതൊക്കെ അവരുടെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് കരുതി നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ പോലും ഗെയിം ഷോ ഇസ് വെരി ഡിസപ്പോയിൻറ്റിങ്. ഭയങ്കര ബോറടി ആയിട്ട് മാറിയിട്ടുണ്ട്, കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഒരു 2-3 ദിവസം കൂടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഈ പരിപാടി നിർത്തും. ആദിലയും നൂറയൊക്കെ നമ്മളിങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്തും അവിടെ ഇപ്പോൾ അക്ബർ, അപ്പാനിശർത്ത്, ഷാനവാസ്, എസ്പെഷ്യലി ആര്യനൊക്കെ വളരെ മോശമായിട്ടാണ് ലാലേട്ടനോടും ബിഗ് ബോസിനോടും ഒക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നെവിൻ ചില സമയത്ത്, അതുപോലെ എല്ലാവരും ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ ഭയങ്കര മോശമായിട്ടുള്ള ഭാഷ തന്നെയാണ്. അതൊന്നും ഒരു നല്ല കമ്മ്യൂണിറ്റിക്ക്, നമ്മൾ ഒരു കൂട്ടമായി ജീവിക്കുന്ന സമയത്ത് പരസ്പര സ്നേഹത്തിൽ ബഹുമാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉപയോഗിക്കേണ്ട ഭാഷയേ അല്ല. പക്ഷേ ആദിലയും നൂറയും ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ കുറേ ആളുകൾ മോശമായി കരുതിയേക്കാം. അങ്ങനൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. ആദിലയോ നൂറയോ അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായി കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങൾ, അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ, അതിൻ്റെ പേരിൽ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളെ മുഴുവൻ വളരെ മോശമായി നിങ്ങളുടെ മനസ്സിൽ ചിത്രീകരിച്ച് വെക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സമയം ഉപയോഗിക്കുന്നത്. ഇതിനിടയിൽ വൈൽഡ് കാർഡൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു, വരട്ടെ. അതിൻ്റെ എപ്പിസോഡ്സും കാര്യങ്ങളും നമുക്ക് കാണാം. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ഈ പോകുന്ന ട്രാക്കിൽ ബിഗ് ബോസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ബിഗ് ബോസ് ഹൗസിൽ സീസൺ 7 മലയാളത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയിലല്ലാതെ നല്ല ഭാഷയിൽ മാത്രം പോസ്റ്റ് ചെയ്യുക. വളരെ മോശം കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ കമൻറ്റും എടുത്ത് പുറത്തിടും. ചിലപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആളെ നമ്മുടെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.